ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിത് ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക് ഫുള്ളായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യണില്ല കേട്ടോ. കാരണം എനിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, 2 വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ജഗപ്പൊക്കെ ആയിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോകുന്ന ഞാൻ വിചാരിച്ചത്. പെട്ടെന്നാണ് ആദ്യമോൻ്റെ സ്കൂളിൽ നിന്ന് ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതും കൂടി ആയപ്പോൾ പിന്നെ എന്താ പറയുക, കുറച്ചധികം ദൂരം വീട്ടിൽ നിന്ന് നടന്ന് പോകാനുണ്ട്. അപ്പോൾ വല്ല ഓട്ടോയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം നടക്കാൻ കേട്ടോ. അത്രയും ദൂരം നടന്നിട്ട് വേണം പോകണമെങ്കിൽ. അതും കൂടി ആയപ്പോൾ പിന്നെ നോക്കുകയും വേണ്ട. അപ്പം ഞാൻ ഒന്നുകൂടി സ്പീഡ് കൂട്ടിയിട്ട് പണിയെടുക്കേണ്ട അവസ്ഥയായി. കാരണം എല്ലാം ഉണ്ടാക്കിയിട്ട് വേണമല്ലോ നമുക്ക് പോകണമെങ്കിൽ. സ്കൂളിൽ പോയിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ടേക്കും വണ്ടിയൊന്നും കിട്ടിയില്ല, ഇങ്ങോട്ടേക്കൊന്നും വണ്ടി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാ പണിയും തീർത്തിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പണികൾ തീർക്കുകയാണ് കേട്ടോ. ഒരു കടലാസ് റെഡി ആവാനുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടില്ല. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവൻ്റെ അച്ഛൻ ആണത് ശരിയാക്കേണ്ടത്. പക്ഷേ അത് ശരിയാക്കി തരാത്തതിൻ്റെ കാരണം കൊണ്ട് ടീച്ചർ ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് സംഭവം എന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട്. എന്നാലും അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചെല്ലണമല്ലോ. അപ്പം ഞാൻ ഏതായാലും പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തീർന്നിട്ട് നമുക്ക് സ്കൂളിലേക്കൊന്ന് പോകണം. അതിന് മുൻപായിട്ട് എനിക്ക് 2 വീഡിയോ ഷൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞില്ലായിരുന്നു. ഒരു വീഡിയോ ഞാൻ രാവിലെ ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ. രണ്ടാമതായിട്ടൊരു വീഡിയോ കൂടി ഷൂട്ട് ചെയ്യാനുണ്ട്. ഒരു ദിവസം 2 വീഡിയോ എങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവൂല കേട്ടോ. അല്ലെങ്കിൽ ഡെയിലി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാത്ത കാര്യമാണ്. കാരണം മോൻ്റെ കാര്യം, വീട്ടിലെ കാര്യം, എല്ലാ കാര്യവും ചെയ്യണ്ടേ. അപ്പോൾ ഡെയിലി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ദിവസം 2 വീഡിയോ വെച്ചിട്ട് ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഫോണിലാണല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പേസിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള സമയമല്ലേ, ഇപ്പോൾ വേനൽക്കാലം ആയല്ലോ. പൊതുവിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നല്ലോണം കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ പീടികയിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുട്ടി എന്താ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അടുക്കളയിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. ചോറ് തിന്നണ്ടേ. അപ്പോൾ ഒരു കോഴിമുട്ടുണ്ട്, അതിനാക്കാൻ ഒരു ഉപ്പേരി ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ഇതൊന്നും പോക്കാൻ വേണ്ടി നിന്നില്ല, പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ആകെ ഒരു കോഴിമുട്ടയുണ്ട്, ഞങ്ങൾ 3 പേരുണ്ട്. ഉണ്ടാക്കട്ടെ. അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. മോൻ്റെ സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നില്ല കേട്ടോ. നേരെ പോയത് സിവിലിലേക്കാണ്. താലൂക്കിലൊക്കെ പോയിട്ട് കടലാസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ റെഡി ആയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. പിന്നെ എനിക്ക് ചോറ് കഴിക്കണം എന്നൊരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ചപ്പാത്തിയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടയില്ലേ, അതും എടുത്തിട്ട് കഴിക്കുക കേട്ടോ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അതിന് പോകണമെങ്കിൽ ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിയാവില്ല, കുളത്തി പിടിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചപ്പാത്തിയിൽ ഒതുക്കിട്ടോ. ഇതെന്താണെന്നറിയോ, ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്ത സമയത്ത് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോയ്ക്ക്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സോപ്പാണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള സോപ്പാണ് കേട്ടോ. ഇതിൽ മഞ്ചിഷ്ടയുടെ സോപ്പുണ്ട്, പ്യുവർ വൈറ്റ് ആയിട്ടുള്ളത്, കോക്കനട്ട് ഓയിലും അതേപോലെ തന്നെ നമ്മുടെ അലോവേരയും കൂടി ഉള്ള സോപ്പാണ്. റെഡ് കളറിൽ കാണുന്നത് മഞ്ചിഷ്ടയുടെ സോപ്പാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ പച്ച കളറിൽ, അത് ആര്യവേപ്പിൻ്റെ സോപ്പാണ് കേട്ടോ. ഇതൊക്കെ കോൾഡ് പ്രോസസ്സിങ് സോപ്പാണ്. ഓക്കെ, കണ്ടില്ലേ, മുകളിലേക്കുള്ളതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ബാക്കി പത്രമായിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഡാമേജ്ഡായിട്ട് വരുന്ന സോപ്പാണ്. ഡാമേജ് എന്ന് പറയുമ്പോൾ ചീത്ത സോപ്പല്ല, അത് നമ്മൾ ഡിമോൾഡ് ചെയ്ത് എടുക്കുന്ന സമയത്തില്ലേ ഓരോരോ എന്താ പറയുക, ഡാമേജ് വരുമ്പോൾ അത് നമ്മൾ മാറ്റി വെക്കുക. നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. അല്ലാതെ ചീത്തയായിപ്പോയ സോപ്പല്ല കേട്ടോ. ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഇഷ്യൂസ്
വരുന്ന സോപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ ക്യൂറിങ് ഒക്കെ കഴിഞ്ഞ് പാക്കിങ്ങിന് റെഡിയായി നിൽക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ തൊടിയിൽ കുറച്ച് മഞ്ഞൾ ഉണ്ടായിരുന്നു, അച്ഛൻ അതൊക്കെ കൊത്തിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഡാൻസ് പ്രാക്ടീസിന് പോവാണ് കേട്ടോ. നമുക്ക് സമയം 3 മണി അല്ല 2 മണി 2:30 ആയിരുന്നു സമയം. അത് നമ്മളിപ്പോൾ മാറ്റി, ഇപ്പോഴത്തെ വെയിലും ചൂടും ഒക്കെ കാരണം ഇപ്പോൾ 3:30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡാൻസ് പ്രാക്ടീസിന് പോട്ടെ കേട്ടോ. വന്നിട്ട് വേണം എൻ്റെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോയി വരാം. അങ്ങനെ ഞാനിപ്പോൾ ഡാൻസ് പ്രാക്ടീസിന് പോവുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള റോഡിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ എന്താ പറയുക, കുറേ സ്ഥലമുണ്ട്. മുറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്തതിനോണ്ട് തന്നെ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെല്ലാ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ആയിട്ട് അവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് പ്രാക്ടീസ്. ഇനി ഞാൻ പോയി പ്രാക്ടീസൊക്കെ ചെയ്യട്ടെ കേട്ടോ. അയ്യോ, അപ്പോൾ ഇന്നത്തെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടോ. വയ്യ, എനിക്ക് എൻ്റെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. മുറ്റത്തു നിന്നാണ് ഞാൻ കളിക്കുക, വീട്ടിൽ സൗകര്യമില്ലല്ലോ, അപ്പോൾ അത് കാരണം മുറ്റത്തു നിന്നാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴില്ലേ ഇതേ അമ്പലത്തിൽ നിന്നുള്ള പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വിഭവ സമൃദ്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാൽപ്പായസം, അതേപോലെ തന്നെ സാമ്പാർ, കാളൻ, പിന്നെന്താ രസം, പിന്നെ മറ്റേ സംഭവമില്ലേ എന്താ ചെറുപയർ പായസം, അങ്ങനത്തെ കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരാൾ കൊണ്ട് തന്നതാണ്. കണ്ടോ, ഇത് മറ്റേ സംഭവമല്ലേ എന്താ പറയുക, ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് കേട്ടോ. അത് കുറച്ച് കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഡാൻസ് പ്രാക്ടീസിലേക്ക് പോവുകയാണ് കേട്ടോ. ഏകദേശം ഇരുട്ടായിട്ടുണ്ട്, ഒരു 6 മണിക്ക് ആവാനായിട്ടുണ്ട്. ഞാൻ ഇത് പണ്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ, മുറ്റത്തു നിന്നാണ് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ ആയിരുന്ന സമയത്താണെങ്കിലും അവിടെ ചെറിയ വീടായിരുന്നു ആദ്യം, ഇപ്പം അപ്സ്റ്റെയർ വീടൊക്കെയാണ്. പണ്ടേ നമ്മൾ മുറ്റത്തു നിന്നാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക ഞാൻ. അതേ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന്. ഇതേപോലെ തന്നെ മുറ്റത്തുനിന്ന് തന്നെയാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ചരലുണ്ട്, മണ്ണില്ലേ ചരൽ, ചെറിയ ചെറിയ കല്ലൊക്കെ, അപ്പോൾ അതൊക്കെ ആ ബ്രഷ് വെച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീക്കി വെച്ചതാണ് കേട്ടോ. കാലിൽ അങ്ങനെ ഫാസ്റ്റായിട്ട് കളിക്കുന്ന സമയത്ത് കല്ലിങ്ങനെ കാലിൽ തറയ്ക്കും, അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മാറ്റിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ മടക്കി വെച്ചു. പിന്നെ ഇരുടായി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വക കളികളൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഉള്ളിലുള്ള സൗകര്യത്തിൽ ആദ്യം ഇപ്പോൾ തൽക്കാലം ഫുട്ബോൾ കളിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്കൊരു ഇത്തിരി കൂടി സംഭവമാക്കി ഇങ്ങോട്ട് കാണിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരത്തെ പ്രാക്ടീസും മേലുകഴുകലും എന്താ പറയുക വിളക്കെത്തിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു അച്ഛൻ. എന്താണ്, പൊറോട്ടയും ബീഫും കേട്ടോ. ഓൾറെഡി ഇപ്പം നമ്മുടെ കയ്യിൽ മറ്റേ സദ്യ, പായസം, മത്തി ഇതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇതും കൂടി കൊണ്ടുവന്നു. അപ്പോൾ ഞാനിത് എടുത്ത് ഒരു പൊറോട്ടയും കുറച്ച് ബീഫും എടുത്തിട്ടായി കഴിച്ചു കേട്ടോ. പിന്നെ കിടക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽ യാദൃശികമായ ഒരു കാര്യം വന്ന് പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നിയിട്ടോ. അച്ഛൻ കിടക്കാൻ വേണ്ടിയിട്ട് റെഡി ആവാണേ. എത്ര നീറ്റായിട്ടാണെന്ന് അറിയാം ഓരോ കാര്യങ്ങളും ചെയ്യാം. കട്ടിലിൻ്റെ മേലെ ഒരു പായ വിരിച്ചിട്ടിട്ട് അതിൻ്റെ മേലൊരു ബ്ലാങ്കറ്റ് പോലെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തലയണ വെച്ച് അതിൻ്റെ മേലെ വീണ്ടും ഒരു അമ്മേൻ്റെ ഒരു സാരിയാന്ന് തോന്നുന്നു അത് വിരിച്ചിട്ടുണ്ട്. ഇനി പുതപ്പാണ് കേട്ടോ. വേനലായാലും എന്താ പറയുക തണുപ്പാണെങ്കിലും അച്ഛൻ പുതച്ചിട്ടേ കിടക്കുള്ളൂ. ഇതെന്താ ചെയ്യാന്നറിയോ, ഈ പുതപ്പില്ലേ ഇങ്ങനെ കുടഞ്ഞ് നിവർത്തിയിട്ട് നീളത്തിന് ആക്കി വെക്കും, ഇങ്ങനെ താഴേക്ക്. കട്ടിലിൻ്റെ ആ ഒരു നീളത്തിന് അച്ഛന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. നീളത്തിന് ഇതേപോലെ നീട്ടി അങ്ങോട്ടേക്ക് വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ അച്ഛൻ്റെ ബെഡ് വിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ മൊത്തത്തിലൊന്ന് അടിച്ചൊക്കെ വാരി വൃത്തിയാക്കിയിട്ടിട്ടാണല്ലോ നമ്മൾ കിടന്നുറങ്ങുക. പിന്നെ അടിച്ചൊക്കെ വാരി ഫുൾ ക്ലീനൊക്കെ ചെയ്ത് പിന്നെ പുറത്തൊക്കെ പോയി കൈയും കാലമൊക്കെ കഴുകി ഫേസും ഒക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടാണ് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവുക. പക്ഷേ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ ഒരു കാര്യമാണ് ഈ ഒരു പാത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഇത് ബീറ്റ്റൂട്ടും തേനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ. അത് ഫേസിലും നെക്കിലും ഫുൾ ബോഡിയിൽ ലിപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ടാറ്റാ.